സാർ, ഇന്നത്തെ കാലത്ത് നമ്മുടെ ഇ ബുക്കുകളും സോഷ്യൽ നെറ്റ്വർക്കിംഗാണ് കൂടുതൽ പ്രാമുഖ്യത്തോടെ നിൽക്കുന്നത്. ഇപ്പോൾ പണ്ടുള്ള കാലത്ത് ആളുകൾ പുസ്തകങ്ങൾ എഴുതിയിരുന്നത് അവരുടേതായ അഭിപ്രായങ്ങൾ ആളുകളുടെ എത്തിക്കാനായിരുന്നു. പക്ഷെ അതിനും കൂടുതൽ എഫക്റ്റീവായിട്ട് ഇന്ന് സോഷ്യൽ നെറ്റ്വർക്കിലൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കാലത്തിലും പുസ്തകങ്ങളെ നമ്മൾ എങ്ങനെ വേറിട്ട് നിർത്താൻ പറ്റും? സോഷ്യൽ നെറ്റ്വർക്കിങ്ങിന് അത്തരം ചാനൽസിനെല്ലാം അതിൻ്റെ പ്രസക്തിയുണ്ട്. അതുപോലെ തന്നെ പുസ്തകങ്ങളുടെ മാർക്കറ്റ് ഓരോ ദിവസവും വലുതായി വരികയാണ്. ടെലിവിഷനും സിനിമയും വന്നിട്ടും പത്രങ്ങളുടെ മാർക്കറ്റ് കുറഞ്ഞിട്ടില്ല. ഇൻ്റർനെറ്റ് വന്നു, ഈ പത്രങ്ങൾ ധാരാളമായി, എല്ലാ പത്രങ്ങളും ഈ എഡിഷൻ വന്നു. എന്നിട്ട് പോലും നമ്മളുടെ പത്രങ്ങളുടെ എല്ലാം സർക്കുലേഷൻ കൂടി വരികയാണ്. അതുപോലെ പുസ്തകങ്ങൾ ഇവയെ അതിജീവിച്ച് മുന്നേറുക തന്നെ ചെയ്യും, സംശയിക്കേണ്ടതില്ല. അതാണ് ഈ പുസ്തകമേളകളുടെയൊക്കെ വിജയം കാണിക്കുന്നത് പോലും. ഹാരി പോട്ടർ പുസ്തകങ്ങൾ വിറ്റ മാത്രം ആലോചിച്ച് നോക്കിയാൽ മതി, ഡാവിൻസി കോഡ് വിറ്റതും ആലോചിച്ചാൽ മതി. പക്ഷേ സോഷ്യൽ നെറ്റ്വർക്കുകൾക്കും ഈ ബുക്കുകൾക്കും അതിൻ്റെതായ പ്രസക്തിയുണ്ട്. അത് വായനയ്ക്ക് മറ്റു തരം അവസരങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സാർ, ഇപ്പോൾ ചേതൻ ഭഗത്തിന്റെ ബുക്കുകളാണ് ഈ സ്റ്റോളിൽ ഏറ്റവും കൂടുതൽ പോകുന്നത്, ഇന്നത്തെ DC ബുക്കുകൾ. അതുപോലെ തന്നെ ഫോറിൻ ബുക്കുകളും നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. അപ്പോൾ മലയാള സാഹിത്യത്തിന് അതിൻ്റെതായ ഒരു പ്രാതിനിധ്യം കിട്ടുന്നില്ല എന്നൊരു തോന്നൽ ഇവിടെ. അത്ര ഒരു വിശ്വാസം എനിക്കില്ല. ഇപ്പം ചേതൻ ഭഗത്ത് എന്ന് പറയുന്നത് കുറച്ച് ആളുകളുടെ പെട്ടെന്നുണ്ടാകുന്ന ചില ആകർഷണങ്ങളുടെ ഭാഗമാണ്. കുറച്ച് കാലം കഴിഞ്ഞാൽ ചേതൻ ഭഗത്തിനെ എല്ലാവരും മറന്നോളും. കുറച്ച് കാലത്തേക്ക് മറക്കപ്പെടാൻ വേണ്ടിയുള്ള എഴുത്തുകളാണ് ഇതൊക്കെ. അതിങ്ങനെ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഡാവിൻസി കോഡ് പുസ്തകം വന്നാൽ കോടിക്കണക്കിന് കോപ്പി ചെയ്തു. ഇപ്പോൾ ആരാ ഡാവിൻസി കോഡിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? അതുപോലെയാണ് ചേതൻ ഭഗത്. മേജർ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട എഴുത്തെന്ന് പറയുന്നത് അതങ്ങനെ നിലനിൽക്കുകയും ചെയ്യും. അതിങ്ങനെ വൻതോത് വിറ്റഴിയുന്നതല്ല. മലയാള സാഹിത്യത്തിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. പുസ്തകമൊക്കെ നന്നായിട്ട് വിൽക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ യുവതലമുറയോടുള്ള ഒരു മെസ്സേജ് എന്ന രീതിയിൽ സാറിന് എന്താണ് പറയാനുള്ളത്? ഒരു മെസ്സേജും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ മെസ്സേജ്. അതൊക്കെ ഗാന്ധിജിയൊക്കെ കൊടുക്കേണ്ട കാര്യമല്ലേ മെസ്സേജ്. ചെറുപ്പക്കാരെല്ലാം അവനവൻ്റെ ഇച്ഛകൾക്കനുസരിച്ച് മുന്നോട്ട് പോകണം, ഓർമ്മകൾ ഉണ്ടായിരിക്കണം. അതാണ് ഏറ്റവും വലിയ മെസ്സേജ്. താങ്ക് യു.